അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്യാത്തത്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് മീഷോ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രൊഡക്റ്റ് ഒരുമിച്ചാണ് ഓർഡർ ചെയ്യുക. അങ്ങനെ എനിക്ക് കുറച്ച് ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു കുന്നോളം സാധനങ്ങൾ ഇങ്ങനെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാന്നുള്ളത്. ഇതിനകത്ത് തന്നെ കുറെ പ്രൊഡക്റ്റ് ഞാൻ അൺബോക്സ് ചെയ്തു. 2-3 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. അപ്പൊ ഇത് ഓരോന്നോരോന്നൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സമയമില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ഞാൻ ഓർഡർ ചെയ്യാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചു എന്തായാലും പെട്ടെന്ന് തന്നെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അത് കാരണം റിട്ടേൺ അടിക്കണമെങ്കിൽ ടൈം കഴിയുമല്ലോ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നോരോന്നൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഭയങ്കര ഇതുള്ള വെച്ചാൽ ഈ ഒരു സംഭവം ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഇല്ല. നമ്മുടെ കഴിഞ്ഞ ഒരു മീഷോ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത സമയത്ത് എനിക്കൊരു കുപ്പി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം ഒരു 300 സംതിങ്ങോ 400 സംതിങ്ങിന്റെ. അത് ഞാൻ റിട്ടേൺ അടിച്ചില്ല. പക്ഷെ അത് എനിക്കിപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം മോളെ കൊണ്ടുപോകുന്ന സമയത്ത് കഞ്ഞി എടുക്കാനും എന്താ പറയാ പാലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെ അത് റിട്ടേൺ അടിച്ചില്ല. പക്ഷെ ഇത് റിട്ടേൺ അടിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടേ ഇല്ല ഈ ഒരു സംഭവം. എന്താണ് എനിക്ക് ഇതെന്താന്ന് തുറന്നു. എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ എന്താണെന്നറിയാം. ഈ ഒരു സാധനമാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഇതൊരു ഫീഡിങ്, ഈ ഒരു സാധനം കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ഫീഡിങ് കുർത്തിയാണ്. ഈ സംഭവം ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഇല്ല. ഇതെന്തിനാ എനിക്ക് വന്നതെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഇതിന്റെ വേറൊരു കളർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക്. അതുകൊണ്ടാണോ ഇത് വന്നതെന്ന് അറിയില്ല. എന്താണെങ്കിലും ഇത് ഞാൻ റിട്ടേൺ അടിക്കാൻ പോവാണ്. എന്തായാലും എനിക്ക് റിട്ടേൺ അടിക്കണം. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു കേട്ടോ. എന്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്നു അല്ലേ ചേട്ടാ? ഇതെന്തായാലും ഞാൻ റിട്ടേൺ അടിക്കുന്ന ഒരു സംഭവമാണ്. ഇനി അടുത്ത എന്താന്ന് നോക്കാം. അടുത്തതും ഒരു ചുരിദാർ തന്നെ കേട്ടോ. ഇത് കുറച്ചൊരു ഗോൾഡൻ ലിസ്റ്റിലുള്ള ചുരിദാറായിരുന്നു. ജോർജറ്റിൽ വരുന്ന കേട്ടോ. എന്നാണ് എനിക്ക് ഭയങ്കര നല്ല രസമുണ്ടല്ലേ ചുരിദാർ. സൈസ് കറക്റ്റ് ആണോ നോക്കട്ടെ. എനിക്ക് കറക്റ്റ് ആയിരിക്കുമോ? സൈസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തോന്നുന്നു. എന്താണെങ്കിലും ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇടാം കേട്ടോ. ഇത് എങ്ങനത്തെ ഇത് ആദ്യം ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് മാത്രമാണ് നോക്കുന്നത്. ഇവിടെ നല്ലൊരു ദുപ്പട്ട കേട്ടോ, നല്ല വർക്കിൽ അടിപൊളി ഒരു ദുപ്പട്ടയുള്ള ഇതാണ്. ഞാൻ ഷോർട്സിൽ ഇടാം സംഭവങ്ങളൊക്കെ. നെക്സ്റ്റ് വേറൊരു ഡ്രസ്സാണ്. അടുത്ത വേറൊരു ഇതാട്ടോ, നമ്മുടെ എന്താ പറയാ ഒരു കോട്ട് പോലെ വരുന്നത്. ഇതിനുള്ളിൽ ബ്ലാക്ക് എന്തെങ്കിലും ഡ്രസ്സ്, ബ്ലാക്ക് ബനിയനൊക്കെ ഇട്ടിട്ട്, എന്നറിയോ ബ്ലാക്ക് ബനിയനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിയിടുന്നത്. ഇവിടെ ഒരു കെട്ടായിരുന്നു. ഇത് അയച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫുള്ള് ഇതായിട്ട് വരുന്നത്. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ? എൻ്റെ അടുത്തുള്ള ബ്ലാക്ക് സംഭവമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ. ഇത് ബ്ലാക്ക് ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് എന്താണെങ്കിലും എനിക്കൊരു വശം. അയ്യോ, അടുത്ത നെക്സ്റ്റ് ഒരു ചുരിദാർ തന്നെ കേട്ടോ. നെക്സ്റ്റ് ഒരു കുർത്തിയാണ്. ഈ കളർ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കളറിന് മാച്ച് ആവുമെന്ന് അറിയില്ല. ഒരു എന്താ പറയാ ഒരു കുർത്തിയും ഒരു ടോപ്പും കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് മോളെ കൊണ്ടൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന നല്ലൊരു കുർത്തി കേട്ടോ. അതിൻ്റെ ഷേപ്പാണല്ല, വലുപ്പമാണ് എനിക്ക് പറ്റുമെന്ന് ആദ്യം നോക്കേണ്ടത്. ഇത് ഞാൻ എൻ്റെ സൈസിനും ഒരിത് വലുതാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ആവാൻ തോന്നുന്നില്ല ചേട്ടാ. ഇതൊക്കെ ഇട്ടിട്ടുള്ള ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം ഭംഗിയില്ലേ? ഇത് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് പെട്ടെന്ന് തീർക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ടൈം ഒട്ടൂല. എൻ്റെ അടുത്തത് ഒരു ബനിയനാണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കട്ടെ ആദ്യം. നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ബനിയനാണ്. ഇത് XXL വരുന്നത് സച്ചിനേട്ടന് വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയുണ്ട്? ഏട്ടനെ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന
വീട്ടിൽ നിന്നല്ല പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. തീരെ ഇതുണ്ടോ, നല്ല കട്ടിയൊക്കെ ഉള്ളത്, നല്ല രസമുണ്ട്. സർപ്രൈസ് ആയോ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല. ഞാനിങ്ങനെ കുറെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോഴേക്കും എനിക്ക് മാത്രമല്ല ഓർഡർ ചെയ്യാം, എനിക്കൊന്നും ഓർഡർ ചെയ്യില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. മനസ്സല്ലേ? അപ്പൊ ഇതാട്ടോ ഇതൊന്ന് അമ്മയ്ക്കായി അച്ഛനായി. അപ്പൊ മോക്ക് വേണ്ടേ. അപ്പൊ അടുത്തത് മോക്ക് വേണ്ടിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓർഡർ ചെയ്ത ഒരു ഉടുപ്പ് മനസ്സിലേ. ഇതെന്റെ മോക്ക് വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ടീഷർട്ട് ആട്ടോ. അത് വീട്ടിൽ നിന്ന് ഇടാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള 3 ടീഷർട്ട്. ഇത് വലുതാണെങ്കിൽ ഏട്ടനെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റും. ഇത് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുന്നത്. ഇതും ഒരു ടീഷർട്ട്. ഇങ്ങനത്തെ 3 കേട്ടോ വരുന്നത്. 3 കളറിൽ വരുന്ന ടീഷർട്ട്. അടുത്തത് മോക്ക് എന്നുള്ളതാട്ടോ. ഇത് മോക്ക് എന്ന് വെച്ചാൽ നൈറ്റ് ഇടാൻ പറ്റുന്ന ഈ സെയിം സാധനം മോളെടുത്തുണ്ടായിരുന്നു. ഇത് റിട്ടേൺ അടിക്കണം കേട്ടോ, കാരണം ഇത് സൈസ് ഓക്കെ ആവുന്നു തോന്നുന്നില്ല. എന്താണെങ്കിലും മോക്കൊന്ന് ഇട്ട് നോക്കി നോക്കാം. വലുതാണ് ചെറുതാവാനാണ് ചാൻസ്. ഇത് മോക്ക് നൈറ്റ് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് പറ്റൂലെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കണം. ഇങ്ങനത്തെ 3 വരുന്ന സെറ്റ് ആട്ടോ. എന്താണ് നൈറ്റ് AC ഒക്കെ ഇട്ട് കിടക്കുന്ന സമയത്ത് ഫുൾ കവർ ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് 3. അപ്പൊ ഇതൊക്കെ ഞാൻ ഷോർട്സിലിടാം കേട്ടോ. അടുത്തത് എനിക്കുള്ള എന്നൊരു ടോപ്പാട്ടോ. ഇതിങ്ങനെ അയ്യോ ഇതെനിക്ക് പറ്റുമോ നോക്കട്ടെ. റിട്ടേൺ അടിക്കണ്ടൊക്കെ റിട്ടേൺ അടിക്കണം. പിന്നെ അടുത്ത പിന്നെ മീഷോന്റെ ഒന്നല്ല കേട്ടോ. ഇതെന്ന് വെച്ചാല് മോളുടെ ലോഷനാണ്. പാരച്യൂട്ടിന്റെ അഡ്വാൻസ്ഡ് ബേബി ലോഷനാണ് മോൾക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പം അതാട്ടോ അത്. ഇത് മോൾക്കുള്ള ലോഷൻ. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇതിനകത്ത് നോക്കട്ടെ. പിന്നെ അടുത്ത വരുന്നതെന്ന് വെച്ചാൽ ഇത് ബോട്ടിൽ ക്ലീൻ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ വലിയ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യുന്ന സംഭവം. ബോട്ടിൽ ക്ലീൻ ചെയ്യുന്ന സംഭവം. പിന്നെ നമ്മുടെ എന്താ പറയാ ജനലിന്റെ കാര്യവും പിന്നെ വാഷ് ബേസിന്റെ കാര്യവും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ചെറിയൊരു പല്ലുള്ള ചെറിയൊരു സാധനം. അതൊക്കെ ഞാൻ ഷോർട്സിലിടാം. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഓക്കെ. ഇത് ഏറ്റവും വലുത്. ഇത് രണ്ടും വരുന്നതെന്ന് വെച്ചാൽ മോള് കട്ടിന്റെ മുകളിൽ താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ അത് ചെയ്തിട്ട് കാണിച്ചു തരാം. മറ്റേ എന്താ പറയാ ഇങ്ങനെ എങ്ങനെ പറയാ ഒരു ചെറിയ ഗ്രില്ല് പോലെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താ കേട്ടോ. അപ്പൊ ഇത് സെറ്റ് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോയിൽ ഇടാം. അടുത്ത നെക്സ്റ്റ് ഇതുണ്ടോ. ഇത് വെച്ചാല് ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ. ഇത് എനിക്ക് വെള്ളത്തിൽ കുടിക്കാനൊന്നല്ല കേട്ടോ. ഇപ്പം ചെറിയ എന്തെങ്കിലും ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ഇതിനകത്ത് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ. ഇതിങ്ങനെ അടച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മനസ്സിലായോ? ഐസ് കട്ട പിടിപ്പിച്ചിട്ട് ഫേഷ്യലൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള. അപ്പൊ അങ്ങനത്തെ 2 സാധനങ്ങള്. ഓക്കെ. അടുത്തും ടീഷർട്ട് തന്നെ കേട്ടോ വരുന്നത്. ടീഷർട്ട് എന്ന് വെച്ചാൽ ഇത് എനിക്കുള്ളതാവാനാണ് ചാൻസ്. ഇത് എനിക്കുള്ള ടീഷർട്ട്. മറ്റേതൊക്കെ സച്ചിനായിട്ട് വേണ്ടിയിട്ട് ഓർഡർ ചെയ്താട്ടോ ഞാൻ. ഇത് എനിക്കുള്ള 3 പക്ഷെ 3 വലിപ്പം ഒന്ന് നോക്കി നോക്കാം. നല്ല ടീഷർട്ടാണ്. വീട്ടിൽ നിന്നല്ല പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റുന്നല്ലേ. നല്ല ക്വാളിറ്റി ഉള്ള നല്ല കട്ടിയുള്ള ടീഷർട്ട്. എനിക്ക് പാകമായിരിക്കും അല്ലേ. വാ ഇത് അടിപൊളി. നല്ല സെലക്ഷൻ. 3 ഉണ്ട്. 3
വലിപ്പം സെയിം ആയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണെങ്കിലും ഒന്ന് നോക്കി നോക്കാം. നല്ല കളറല്ലേ ഇത്. നമുക്ക് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ. വീട്ടിൽ നിന്ന് ഇടാനാണ് മറ്റേത് ഓർഡർ ചെയ്തത്. ഇത് മൂന്ന് കളറാണ്. ഇതിന്റെ മെറ്റീരിയൽ എന്ന് വെച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. എന്നാണെങ്കിൽ നല്ല നല്ല പഞ്ഞി പോലത്തെ മെറ്റീരിയൽ. എന്താണെങ്കിലും അടിപൊളി. ഓക്കെ, ഇനി അധികം ആൾക്കാരും ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നമ്മുടെ ബെഡ്ഷീറ്റാണ്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ്. ഇത് തുറന്നു നോക്കാം. സൂപ്പർ പഞ്ഞി പോലെ ഉണ്ട്. വേണ്ടോ? ഓൾറെഡി ഇവിടെ നമുക്ക് കഴിഞ്ഞ മീഷോന്ന് വാങ്ങിയിട്ടുള്ള പില്ലോ ഉണ്ട്. ഇത് സെപ്പറേറ്റ് വേറെ കിട്ടിയതാ കേട്ടോ. നല്ല അടിപൊളി കേട്ടോ. ഇതൊക്കെ വിരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തുതരാം. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഇതും നല്ല അടിപൊളി പൈസ വർത്തായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഒറ്റനടിക്കുന്ന സാധനങ്ങൾ മാത്രമേ എനിക്കൊരു സങ്കടമുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു സാധനം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു സാധനം മോൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞത് എന്താ ചേട്ടാ? മോളുടെ ടോയ്ലറ്റ് ആട്ടോ. ഇതിങ്ങനെയാണ് സംഭവം. ഇതിന്റെ മോളൊക്കെ അവൾ ഇരിക്കുമെന്ന് ഡൗട്ടാണ്. എന്താണെങ്കിലും നമുക്ക് സേഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അവളെ ഇതിന്റെ മുകളിൽ ഇരുത്തി കഴിഞ്ഞാൽ ഒക്കെ അത് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും എനിക്കിത് കണ്ടപ്പോൾ മോക്ക് വേണമെന്ന് തോന്നിയിട്ട് വാങ്ങിയതാണ് ഈ ഒരു സംഭവം കേട്ടോ. എന്താണെങ്കിലും അവൾ ഒറ്റക്കൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അല്ലേ. ഇവിടെ യൂറോപ്പിനൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് മുകളിലൊക്കെ കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇതാകുമ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ ആണ് ഇത്. അടുത്തത് ഞാൻ ഏതാ സൈറ്റ് ചോദിക്കരുത്, ഓൺലൈനിൽ ഇങ്ങനെ അടിച്ചു നോക്കിയിട്ട് ഗൂഗിളിൽ തന്നെ വാങ്ങിയതാണ്. മോൾക്ക് ഉപയോഗിക്കുന്ന സോപ്പാട്ടോ. മോൾക്ക് ഉപയോഗിക്കുന്ന ടഫി ബേബി ക്ലീനിങ് മോയ്സ്ചറൈസിങ് ബാറിനാണ് ഇതിൻ്റെ മുകളിലുള്ളത്. അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിയതാണ്. ഇതും മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒന്നും ലിങ്ക് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ ഏതോ ഓൺലൈനിൽ ഓർഡർ ചെയ്തു അവർ, പക്ഷെ സംഭവം കറക്റ്റായിട്ട് വീട്ടിൽ കൊണ്ടുത്തന്നു. ഇനി ഒന്നുകൂടെ ഉണ്ട്. ഇത് മോളുടെ തന്നെയാണ് സംഭവം. നോക്കട്ടെ. ഓക്കെ, മോളുടെ വലിയ സ്പൂണില് കഞ്ഞി കൊടുക്കുന്നുണ്ട്. സങ്കടമായതുകൊണ്ട് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ എന്താണ് 2 എണ്ണം പൊട്ടിച്ച് നോക്കാം. എന്താണെങ്കിൽ ഇതാണോ ഇങ്ങനെ ആ നേരത്തുള്ള കഞ്ഞിയൊക്കെ കോരി കൊടുക്കാൻ പറ്റുന്ന നേരത്തുള്ള 2 സ്പൂൺ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അതും റെഡിയായി. ഇനി ഇതിനകത്ത് കാണാതെ പോയൊന്നുമില്ലല്ലോ. ലാസ്റ്റ് ഇനിയിപ്പോൾ ഒന്നുകൂടെ കേട്ടോ. മോൾ അവിടുന്ന് കരയാൻ തുടങ്ങി. അന്നപ്പോൾ അമ്മയുടെ അടുത്തൊക്കെ കൊടുത്തതാണ്. ഇതുകൂടെ നോക്കാം. ഇത് മോൾക്ക് തന്നെയുള്ള ചെറിയൊരു ബനിയനാണ്. ചെറിയൊരു ട്രൗസറും നല്ല സോഫ്റ്റ് ബനിയനും കേട്ടോ മോൾക്കുള്ള. ഇത് രണ്ടുമാണ്. സത്യത്തിൽ ഇതെന്താന്നുള്ള എനിക്കറിയില്ല. ഇത് ഞാൻ എന്താന്നുള്ള എനിക്കും അറിയില്ല കേട്ടോ. നോക്കട്ടെ. ഇത് ഞാൻ മീഷോന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഇതെന്തെങ്കിലും ബോക്സ് എന്ന് അറിയില്ല. ഇതുണ്ടോ, നൂലാണ് സംഭവം. റേറ്റ് കുറവിന് കുറേ പല കളറിലുള്ള നൂല് കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. എന്താണെങ്കിലും അതെന്നോട് മറന്നു കേട്ടോ. പുതിയ മെഷീൻ ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ എല്ലാ സംഭവങ്ങളും അൺബോക്സ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓരോരോ ഷോർട്ടായിട്ട് ഞാൻ ഇട്ടോളാം. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.